നമസ്കാരം. തെന്നാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ കഥ ഒരു കോട്ടുവ വരുത്തിവെച്ച വിനയാണ്. ഒരാൾ മറ്റൊരാളുടെ കാര്യമായി സംസാരിക്കുന്നു. ആ സമയം മറ്റേയാൾ കോട്ടുവ ഇടുന്നു. അത് കാണുമ്പോൾ സംസാരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒന്നും തോന്നാറുണ്ട്. താൻ പറയുന്നത് മറ്റൊരാൾക്ക് മുഷിപ്പായി തോന്നുന്നു, അല്ലെങ്കിൽ തൻ്റെ സംസാരത്തിൽ മറ്റേയാൾ ശ്രദ്ധിക്കുന്നില്ല. ആ തോന്നൽ തന്നെ ഉണ്ടായി ചക്രവർത്തിക്ക്. ഒരിക്കൽ അദ്ദേഹം രാജ്ഞിയോട് സംസാരിക്കുകയാണ്. രാജ്ഞി അറിയാതെ കോട്ടുവായിട്ടുപോയി. കുറേ നാളായി ചക്രവർത്തി ആ രാജ്ഞിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ആ വസ്തുത രാജ്ഞിയെ അത്യധികമായി വിഷമിപ്പിച്ചു. ഏതുവിധേനയും തന്നോടുള്ള ചക്രവർത്തിക്കുള്ള നീരസം മാറ്റണം. അതിനെന്താണു വഴി? രാജ്ഞി ഗാഢമായി ആലോചിച്ചു. അപ്പോൾ തെനാലി രാമനെ ഓർമ്മിച്ചു. രാമൻ വിചാരിച്ചാൽ കാര്യം സാധിക്കും. രാജ്ഞി ഒരു ഭൃത്യനെ അയച്ചു. തെനാലി രാമനെ വരുത്തി സകലതും വിസ്തരിച്ച് തെനാലി രാമനെ അറിയിച്ചു. തുടർന്ന് രാമൻ്റെ സഹായവും അപേക്ഷിച്ചു. ഞാൻ കഴിയുന്നത്ര പരിശ്രമിക്കാം. രാജ്ഞി ഒട്ടും വ്യാകുലപ്പെടരുത്. രാമൻ രാജ്ഞിയെ സമാധാനപ്പെടുത്തി. അയാൾ ആസ്ഥാന മണ്ഡപത്തിൽ കയറി ചെന്നു. അവിടെ ചക്രവർത്തിയുണ്ട്, മന്ത്രിമാരുണ്ട്. എല്ലാവരുമായി ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നെൽകൃഷി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു വിഷയം. നാം ഇതിനിടയ്ക്ക് പലതും ചെയ്യുകയുണ്ടായി. അതൊക്കെ കുറേയൊക്കെ ഫലിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെട്ടുകൂടാ. നെൽകൃഷിയാണ് ഏറ്റവും പ്രധാനം. വിളവ് വർദ്ധിപ്പിക്കുവാനുള്ള വഴി കണ്ടുപിടിച്ചേ മതിയാവും. ചക്രവർത്തി പറയുകയായിരുന്നു. അപ്പോൾ തെനാലി രാമൻ മുൻപോട്ട് കടന്നു. തിരുമേനി, വിളവ് വർദ്ധിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. എൻ്റെ കയ്യിൽ ഒരു തരം വിത്തുണ്ട്. അത് വിതച്ചാൽ നെൽവിളവ് ഇന്നത്തേതിൽ നിന്ന് 3 മടങ്ങാവും. അയാൾ പറഞ്ഞിട്ട് കീശയിൽ നിന്ന് കുറേ നെല്ല് എടുത്തു കാണിച്ചു. തീർച്ചയാണോ രാമ? അതേയെങ്കിൽ നമ്മുടെ ജോലി വളരെ എളുപ്പമാവും. വിശേഷപ്പെട്ട വിത്തായിരിക്കണം നിങ്ങളുടെ പക്കലുള്ളത്. ഇതിന് ഏത് രീതിയിലുള്ള വളപ്രയോഗം ആണ് വേണ്ടത്? ഏത് വളമാണ് വേണ്ടത്? ഏത് തരത്തിലുള്ള മണ്ണിൽ ഇത് വിതയ്ക്കണം? തിരുമേനി അങ്ങനെ കുറേ ചോദ്യങ്ങൾ രാമനോട് ചോദിച്ചു. തിരുമേനി, മണ്ണും വളവും ഇപ്പോഴത്തേത് മതി. പക്ഷേ എന്തു പക്ഷേ? രാജാവ് ചോദിച്ചു. വിതയ്ക്കുന്ന ആൾ കോട്ടുവ ഇട്ടിട്ടില്ലാത്ത ആളായിരിക്കണം. ഓഹോ, അങ്ങനെയോ? അതേ തിരുമേനി. അയ്യോ പാപം രാമൻ, നിങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ലേ? കോട്ടുവ ഇട്ടിട്ടില്ലാത്ത ഒരൊറ്റ സ്ത്രീയോ പുരുഷനോ ഇല്ലെന്നുള്ള വിവരം. ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതെന്ത് കാര്യമാണ് രാമ?